ഈ ശിർക്ക് സഹോദരങ്ങളെ ഇന്ന് മുസ്ലിം സമുദായത്തില് അരക്കെട്ടുറപ്പിക്കുന്നു, അത് രംഗത്ത് വന്നിരിക്കുന്നു. ഇത് അള്ളാന്റെ ഹബീബിന്റെ പ്രവചനമാണ്. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കൃത്യമായി ദൃശ്യം ഉൾപ്പെടെ കാണാൻ സാധിക്കുകയാണ്. ആ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളുടെ രണ്ട് കണ്ണും ആ സ്ക്രീനിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് കാതും ഈ ശബ്ദം ശ്രവിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അള്ളാന്റെ ഹബീബിന്റെ പ്രവചനം കേട്ടോളൂ. ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവ്യമല്ല. ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദൽ ഔതാൻ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഉണ്ടാക്കിയ വാചകമല്ല ഇത്, സഹിയായ ഹദീസിലുള്ളതാണ്. ലോകാവസാനം സംഭവമല്ല. ഏതുവരെ? ഈ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം മുശ്രിക്കുകളോട് സാമ്യപ്പെടാതെ, ശിർക്ക് ചെയ്യുന്നവരോട് സാമ്യപ്പെടാതെ, എത്രത്തോളം അവർ കല്ലുകളെ വരെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു ചാണിനപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല, അതുമേ സിമന്റ് ഇടാൻ പാടില്ല, അതുമേൽ ഇരിക്കാൻ പാടില്ല, ഒരിക്കലും അത് തൊട്ടുമുത്താൻ പാടില്ല, അതൊരിക്കലും തന്നെ ഈ രൂപത്തിലുള്ള ഖബർ സിയാറത്തിന്റെ സുന്നത്തിനപ്പുറത്തേക്ക് ആദരിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് സമൂഹത്തിലെ പുരോഹിതന്മാര് സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നു. കെട്ടിപ്പൊക്കിയ ഖബറുകളുടെ മുമ്പില് പുഷ്പമെറിയുന്ന മുസ്ലിമീങ്ങളെ കാണുകയാണ്. അതുപോലെ തന്നെ അവിടെ അതാ നേർച്ച സമർപ്പിക്കുകയാണ്. ആ ഖബറതാ മൂടുകയാണ്, മുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോൾ പല ആലോചനകളുമാണ്. കയ്യും കാലും എത്രയോ തവണ ചലിപ്പിക്കുകയാണ്. എന്നാൽ ഈ സൃഷ്ടികളുടെ മുമ്പിൽ പോയി മുസ്ലിമീങ്ങൾ കൈ ഉയർത്തുമ്പോൾ അവന്റെ ഹൃദയം പിടക്കുകയാണ്, ചുണ്ടുകൾ വിതുമ്പുകയാണ്, മുട്ടുകാലുകൾ അടിക്കുകയാണ്. അതുപോലെ തന്നെ അവന് മുന്നിലേക്ക് പോയിട്ട് മിഹ്റാബിന്റെ ഭാഗത്തേക്ക് അവന്റെ ചന്തി കാണിച്ച് പിന്നാമ്പുറം കാണിച്ച് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന മുസ്ലിമീങ്ങള് ജാറത്തിൽ പോയാൽ കുടിയാന പോകുന്ന പോലെയാണ് സഹോദരങ്ങള്. അങ്ങോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് ബേക്കടിക്കുന്നു. എന്താ? ഞാൻ തിരിഞ്ഞു നടന്നാൽ അത് തങ്ങൾക്ക് രസിച്ചില്ലെങ്കിലോ, അത് ഔലിയോട് കാണിക്കുന്ന അദബുകേടാണെങ്കിലോ, അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഭക്തിയുമില്ലാത്ത മനുഷ്യന്മാര്. ഖുർആൻ പറഞ്ഞില്ലേ, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുവെച്ചവരാണ്, അള്ളാഹുവിന് സമന്മാരെ കണ്ടവരാണ്. അള്ളാഹനെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അവർ ഇത്തരക്കാരെയും ഇഷ്ടപ്പെടുന്നതാണ്. ഒരു വേള അള്ളാഹിനേക്കാൾ കൂടുതൽ ഇഷ്ടവും പേടിയും ഭക്തിയും താല്പര്യങ്ങളുമെല്ലാം ഈ ഖബറിൽ കിടക്കുന്ന മരണപ്പെട്ടു പോയ മഹാത്മാക്കളോടല്ലേ. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ നിലപാട് തൊട്ടുതാഴെ അല്ലാഹ് പറയുകയാണ്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനുകളുടെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് റബ്ബിനോടാണ്, അതടങ്ങാത്ത ഹുബ്ബാണ്. കാരണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിപ്പെടുത്തുമ്പോൾ ഇബാദത്തിന്റെ ഒരു പരിധിയിലും വരില്ല. ഒരു കാര്യവും ഞാൻ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. സഹോദരങ്ങളെ, ഒരു മുസൽമാൻ. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകള് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് അതാ നാട്ടുകല്ല്. ആ നാട്ടുകല്ലിനെ ആരാധിക്കുകയാണ് മണ്ണാർക്കാട് ജില്ലയില്. സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിലെ മണ്ണാർക്കാട് ഭാഗത്ത് പോകുമ്പോൾ അവിടെ ഏതാ ഒരു കല്ലിനെ ആരാധിക്കുന്നു മുസ്ലിമീങ്ങള്. അവിടെ പണമെറിയുന്നു, തൊട്ടുമുത്തുന്നു. പാലക്കാട് ജില്ലയിൽ ഒരു മരവള്ളിയെ ചുറ്റിപ്പൊതിഞ്ഞ് കുട്ടികളില്ലാത്തവർ ഇവിടെ സങ്കടം പറയുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള തൗഹീദിന്റെ ആദർശവും ആശയങ്ങളും യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും കൈയൊഴിഞ്ഞില്ലേ. അതാണല്ലോ റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടം ഇവിടെ പറഞ്ഞത്.